അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി ഷിയ കള്ളത്തുരീഖത്തിനെ കുറിച്ച് കള്ളന്മാരാണെന്ന് പറഞ്ഞത് രണ്ട് തങ്ങന്മാരാണ്. ഒന്ന് വയലത്തൂർ തങ്ങളുപ്പാപ്പയാണ്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും വിശ്വസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുള്ളോ അവൻ കാട്ട് കള്ളനാണ്. അതില് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറബർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂർ ആഫിൽ കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണ്. ആവേശത്തോടെ ഇരിക്കുന്നു. ആവശ്യമായ സംഗതിയാണ് ഞാൻ പറയുന്നത്. സി.എം. വലിയുല്ലാഹിയെയും കാന്തപുരം ഉസ്താദിനെയും അടുത്തറിഞ്ഞ പണ്ഡിതന്മാരിൽ സാദാത്യങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് യൂസുഫ് കോയ തങ്ങൾ. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ നേരെ കണ്ട് അനുഭവിച്ചതാ. അന്നാണ് യൂസുഫ് തങ്ങളോട്, വൈലത്തൂര് തങ്ങളോട് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടോ ഈ മനുഷ്യന്റെ കൂടെ നിന്നോ? കാന്തപുരം ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ച് സി.എം. വലിയുല്ലാഹി പറഞ്ഞ വാക്കുകളാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. രണ്ട് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമാണ്. വയലത്തൂർ തങ്ങളുപ്പാപ്പ കുരുവട്ടൂർ ഷിയ വ്യാജ ത്വരീഖത്തിന്റെ തലവൻ തന്നെ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് കുരുവട്ടൂരി ഷിയ വ്യാജ ത്വരീഖത്തുകാർ കള്ളന്മാരാണെന്ന് സ്ഥാപിച്ചുവെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കുരുവട്ടൂരികൾ മൊത്തത്തിൽ കള്ളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ട് തങ്ങന്മാർ നമ്മോട് ഇത് വിളിച്ചു പറയുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. അവരെക്കാളും വലിയവരല്ല മറ്റാരും നമുക്ക്. അള്ളാഹു അറിയുന്നത് പോലെ അറിയും എന്ന കുരുവട്ടൂരി ഷിയ ത്വരീഖത്തുകാരന്റെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അള്ളാഹു അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്ന വാദം സുന്നികളുടെ വാദമല്ല. അങ്ങനെ സുന്നികൾ വാദിക്കുന്നില്ല. അങ്ങനെ വാദിക്കാൻ പാടില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കുരുവട്ടൂരികൾക്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അൽ കുത്തുബും അള്ളയും, അള്ളാഹ്ക്കും തദ്ബീറുണ്ട്, അൽ കുത്തുബിനുണ്ട്. അള്ളാഹ് അൽ കുത്തുബ്, ഈ അൽ കുത്തുബ് എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും ഫറായിലൊക്കെ ചെയ്ത് മുന്നേറിയപ്പോ എന്താ ഗൈരിയത്ത്? ഗൈർ അല്ല. ഗൈർ പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുള്ളൂ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ ഗൈർ അല്ല, കുത്തുബ് എന്ന് അള്ളാന്റെ ഗൈറുമല്ല. ഗൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. ഇനി പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ പഠിപ്പിക്കുകയോ അവർ വിശ്വസിക്കുകയോ അവരങ്ങനെ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആ മഹാന്മാരുടെ മേലിൽ പറഞ്ഞിട്ട് അവരെ വഷളാക്കുകയും അവരുടെ പേരിൽ കുഫറിന്റെ ഷിർക്കിന്റെ ആശയം കൊണ്ടുവന്ന് കെട്ടിവെക്കുകയും ചെയ്യുക. അതല്ലേ ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു. അതിന്റെ കൈ മുദബ്ബിറാണ് സി.എം. വലിയുല്ലാഹി എന്ന് മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഇവിടെ കേരളത്തിലെ തെരുവീതികളിലൊക്കെ പറഞ്ഞു നടന്ന താങ്കൾ മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. ഇനി പറയട്ടെ, 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുനെ തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. കേട്ടല്ലോ സഹോദരങ്ങളെ, അള്ളാഹു അറിയുന്നത് പോലെ കോമാട്ടുചാലിൽ അബ്ദുള്ളയും മീനങ്ങാടി സുലൈമാനും നിസ്കരിക്കാത്ത ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിന്ന ബീരാണ്ടിയും അറിയുമെന്നാണ് കുരുവട്ടൂരികളുടെ വിശ്വാസം. അതിനുവേണ്ടിയാണ് മൊബൈലിനെ പോലും അവർ ഉദാഹരണമായി സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനെയാണ്. അത് അള്ളാഹു കൊടുത്ത അധികാരമാണ്. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ
ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫാക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അള്ളാഹ് അറിയണതൊക്കെ അറിയടോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരറിയണത് എങ്ങനെ? അതിനുപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് അറിയാൻ ഒരു മാധ്യമത്തിന്റെയും ആവശ്യമില്ല. എന്നാൽ ഔലിയാക്കൾക്ക് മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട്. ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള അമ്പിയാക്കൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അറിവ് ലഭിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാധ്യമം മുഖേനയാണ്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ മുഅ്ജിസത്തും കറാമത്തും പ്രകടിപ്പിക്കാൻ മാധ്യമങ്ങൾ മുഖേന മാത്രമേ കഴിയുകയുള്ളൂ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ അറിവും കഴിവും ഉള്ളവൻ അള്ളാഹു മാത്രമാണെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. ആ കഴിവും അറിവും മൊത്തമായും ചില്ലറയായും എന്ന് പറയുന്ന പോലെ വിട്ടുകൊടുത്തതും അല്ല. ശംസുൽ ഉലമയുടെ ഒരു കറാമത്ത് അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹ് 1973-74 പട്ടിക്കാട് ജാമിയ നൂരിയെന്നൊരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ കൂട്ടിലങ്ങാടി അടുത്തുള്ള ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഈമാൻ എപ്പോ പോണ ജീവിടുന്നു എന്ന് പറഞ്ഞു. അന്ന് ഉസ്താദന്മാര് മുഴുവനും മൂപ്പരോട് പറഞ്ഞു ഇവൻ നല്ല കുട്ടിയാണ്. കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവൻ നല്ല കുട്ടിയാണെന്ന്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വരിക്കൊണ്ടിക്കോളൂ, ഇതിനുള്ളിൽ പറ്റൂല. അവിടുന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുൾ റസാഖ്, ഇത് ഫാദർ അൽവിനെ പറ്റിയല്ലോടോ പറയണത്, അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ ഒരുത്തനെ പറ്റിയ, അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. അപ്പൊ ഷെയ്ഖുനാനോട് പലരും ചെന്ന് പറഞ്ഞു, ഷെയ്ഖുനെ പുറത്താക്കി അവൻ അതാ പിന്നെ ജീപ്പിന്റെ മേലെ കയറിയിട്ട് സുവിശേഷ പ്രസംഗം. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു, എനിക്കടാ അന്ന് തന്നെ ഉറപ്പുള്ള, അതുകൊണ്ടല്ലേ അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ ഈമാനില്ല എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. കേട്ടല്ലോ സഹോദരങ്ങളെ, അല്ലാഹു തആല ശംസുൽ ഉലമക്ക് ആ അറിവ് മുൻകൂട്ടി തന്നെ അധികാരം വിട്ടുകൊടുത്തതുമല്ല. അവനെ കണ്ടപ്പോൾ അവൻ ഈ സ്ഥാപനത്തിന് ദോഷമായി തീരുമെന്ന് വ്യക്തമെത്തിയപ്പോൾ അല്ലാഹു തആല അപ്പോൾ അറിയിച്ചു കൊടുത്തു. ആ അറിവിനനുസരിച്ച് ശംസുൽ ഉലമ പ്രവർത്തിക്കുകയും ചെയ്തു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബാക്കി കൂടി പറയുമ്പോൾ അത് ബോധ്യപ്പെടും. അവരെങ്ങനെ അത് കൈവശപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അത് ദിക്റുകളെ കൊണ്ട് മാത്രമാണ്. അത് ദിക്റു റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ ഉസൂലി ഇലൽ ഹഖ് തആല. അല്ലാഹുവിലേക്ക് ചെന്നെത്തണോ? എന്താ ചെന്നെത്താന്ന് പറഞ്ഞാൽ ലൈസൽ മുറാദു ബിൽ ഉസൂലി ഇലല്ലാഹി ഇത്തിസാല ദാത്തി ബിദ്ദാത്ത്. അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ അന്റെ ശരീരവും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദാത്തും തമ്മിൽ എന്തല്ല ചേർന്ന് നിൽക്കാന്നല്ല, ഈ മരിച്ചു പോകാന്നുമല്ല. അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ ബലിൽ മുറാദു ബിഹി മുശാഹദത്തു അസ്റാരി റുബൂബിയ്യത്തി വ ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിന്യസിച്ചിട്ടുണ്ടോ? ഇത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കടലിന്റെ അടിയിലുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അതിനെ മനസ്സിലാക്കാൻ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആ മാധ്യമം ഒരു മനുഷ്യന്റെ കയ്യിലെത്തുകയാണ്. ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ, മലവെള്ളം കുത്തിവഴുകി വരുന്നത് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുകൾ അങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുക. കേട്ടല്ലോ സഹോദരങ്ങളെ, ആവശ്യഘട്ടത്തിൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അപ്പപ്പോൾ ഇൽമ് നൽകുകയാണ്. അല്ലാതെ മുൻകൂട്ടി തന്നെ മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ ആ മൊബൈലിന്റെ അധികാരം നേരത്തെ അവകാശിയായിരുന്ന ആൾക്ക് ഇല്ലാതാകുന്നത് പോലെ അല്ലാഹു തആലാക്ക് അധികാരം ഇല്ലാതാവുകയല്ല. ഇപ്പോൾ കൈവശമുള്ളയാൾക്ക് എല്ലാ അധികാരങ്ങളും ലഭിക്കലുമല്ല. അധികാരം അല്ലാഹുവിന് തന്നെയാണ്. ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ അറിവും കഴിവും നൽകുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സുപ്രഭാതത്തിൽ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പടെ അങ്ങ് ഇട്ടുകൊടുത്തതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാധ്യമം മുഖേന ആവശ്യഘട്ടത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ്. ഇനി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ശരീഅത്തിന്റെ ഇൽമല്ലാത്ത മറ്റൊരു ഇൽമെന്നല്ല. അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശരീഅത്ത് വേറെയാണ്, ഞങ്ങൾ ഔലിയാക്കന്മാര് വേറെയാണ്, വേറൊരു കൂട്ടരാണെന്ന്. അങ്ങനല്ല, ശരീഅത്ത് ഉള്ളവനാണ് വലി എന്ന് പറഞ്ഞത്. അല്ലാത്തത് മുഴുവണ്ടല്ലോ, ഒന്നും അതിൽപ്പെട്ടതല്ല. വളരെ വ്യക്തമായിട്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ശരീഅത്തില്ലാത്തവൻ വലിയല്ല, ശരീഅത്തിന് വിരുദ്ധമായി ഒരു വലിയും ഒന്നും ചെയ്യില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് കുരുവട്ടൂരുകളിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത്, ആ വലിയ അല്ലെങ്കിൽ ആ ഷെയ്ഖ് എന്താണോ നമ്മളോട് പറയുന്നത്, അവർ പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനം മശായിഖന്മാർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് മുമ്പുള്ള കിതാബിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല. മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ ഷെയ്ഖ് അവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം. കേട്ടല്ലോ സഹോദരങ്ങളെ, എത്ര കിതാബുകൾ മന്ദിക്ക് തസ്രീ മന്ദിക്ക് മുതൽ അങ്ങോട്ട് കൂട്ടി നോക്കിയാൽ കുത്തുബിയും മീർ കുത്തുബിയും, അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഖാദിയും ഹംദുല്ലയും മുല്ലാഹസനും, പിന്നെ അതുപോലെ അതിൻ്റെ ബാക്കി മൈബദി, ഇങ്ങനെ തുടങ്ങി ഏകദേശം 10-15 കിതാബുകളൊക്കെ അതിൻ്റെ ഹാഷിയ അടക്കം നോക്കി തഹ്കീക്ക് ചെയ്ത് എത്രയോ കാലങ്ങൾ വെറുതെയായിപ്പോയി, നശിച്ചങ്ങ് പോയി, ഒരു കാര്യം ഉണ്ടായില്ല. നമ്മളാകെ കേട്ട ഇൽമു പന്ത 10-15 കൊല്ലം ഓതിയിട്ട് ഇൽമു ഹദീസ് അല്ലെ, ഇൽമു തഫ്സീർ, ഇൽമു നഹ്വ്, മന്തിഖ്, ഇതൊക്കെയല്ലേ നമ്മൾ കേട്ടത്. ഒരു ഇൽമു അല്ലാത്ത കുറെ സാധനങ്ങൾ. ഇവരെ സംബന്ധിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇനി എവിടെ എത്ര വലിയത് കെട്ടിപ്പൊക്കി വലിയ പള്ളി കെട്ടിയാലും വലിയ സാധനങ്ങൾ കെട്ടി കുറെ ആളുകൾ അങ്ങോട്ട് പോയാലും അതൊക്കെ ശൈത്താന്മാർ തന്നെയാണ്. അത് എവിടെ ഉണ്ടായാലും ശരി, അതൊക്കെ കള്ളന്മാരാണ്, യാതൊരു സംശയമില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, അപ്പോൾ കുരുവട്ടൂരി ഷിയാ ത്വരീഖത്തുകാരും അല്ലാത്ത കള്ള ത്വരീഖത്തുകാരും കള്ളന്മാരും ശൈത്താന്മാരുമാണെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല എന്നും അവിടുന്ന് പറഞ്ഞു വെക്കുകയാണ്. കുരുവട്ടൂരികളായാലും ഏതൂരികളായാലും ഇങ്ങനെയുള്ള വിശ്വാസക്കാർ കാട്ടുകള്ളന്മാരാണ്, ശൈത്താന്മാരാണ് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും നമ്മുടെ പണ്ഡിതന്മാരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.